മാപ്പേ മാപ്പ് മാപ്പ്, സകല തോന്നിവാസങ്ങളും സകല തെമ്മാടിത്തരങ്ങളും വിളിച്ചു പറയും. എന്നിട്ട് അവസാനം ഒരു മാപ്പ് പറച്ചിലും. ഇത് തലയ്ക്ക് വെളിവില്ലാത്ത സകല വർഗീയവാദികളുടെയും സ്ഥിരം പരിപാടിയാണ്. മദ്യപിച്ച് ബോധം പോകുന്ന സമയത്ത് ഉള്ളിലുള്ള സകല വർഗീയ വിഷങ്ങളും പുറത്തേക്ക് ചാടും. എന്നിട്ട് അതിനെ കെട്ടുമാറുമ്പോൾ മാപ്പ് പറച്ചിലുമായി രംഗത്ത് വരും. 2 ദിവസങ്ങൾക്ക് മുമ്പ് വേൽപ്പാറയിൽ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട അധ്യാപകർ, ആ അധ്യാപകരുടെ ആ ഒരു മരണവാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സഹോദരൻ കുറിച്ച ഒരു കുറിപ്പിന് താഴെ രഘുരാമൻ എന്ന് പറയുന്ന ഒരു തനി വർഗീയവാദി മോശമായിക്കൊണ്ട് ചില പരാമർശങ്ങൾ നടത്തി. ആ വർഗീയവാദിക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു. ഇപ്പോൾ സംഭവം കൈവിട്ടു പോയപ്പോൾ മാപ്പ് പറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതായാലും അവൻ്റെ ആ ഒരു മാപ്പ് പറച്ചിൽ നമുക്കൊന്ന് കേൾക്കാം. അവൻ കുറേ കാരണങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവന് തലയ്ക്ക് വെളിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അവൻ്റെ ഒരു മാപ്പ് പറച്ചിൽ നമുക്കൊന്ന് കേൾക്കാം. സത്യത്തിൽ ബ്രോ, എനിക്കത് അബദ്ധം പറ്റിപ്പോയതായിരുന്നല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ കാണുന്നത് അവൻ്റെ ചിത്രമാണ്. ഇവൻ്റെ പല ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നോക്കുന്ന സമയത്ത് പലപ്പോഴും നൈറ്റുകൾ അല്ലെങ്കിൽ സാരികളൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. ഇവനൊരു ഗേ ആണോ അതോ ട്രാൻസ്ജെൻഡർ ആണോ? ഇവൻ്റെ പല ചിത്രങ്ങളിലും ഇത്തരം വേഷങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും അവൻ്റെ ആ ഒരു ന്യായീകരണം നമുക്കൊന്ന് കേൾക്കാം. കയ്യിൽ പോയ ഒരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ ഫുൾ ഫിറ്റായിരുന്നു. ഞാൻ ആകെ കാലത്ത് മുതൽ നല്ല മദ്യത്തിൽ നല്ല കുളിച്ച് കിടക്കാറുണ്ട് ഇന്നലെ. അപ്പം ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ സതീഷ് മാധവൻ്റെ ആ പോസ്റ്റ് പോലും ഞാൻ ശരിക്കും വായിച്ചിട്ടില്ല. ആ വിഷയം പോലും ഞാൻ കണ്ടില്ല. ഞാനൊരു മുസ്ലിങ്ങളുടെ പേര് കണ്ടു, ഉടനെ ഞാൻ അങ്ങ് കയറി അങ്ങ്. അപ്പം അങ്ങനെ ഒരു കാരണം വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ആ ചേർത്തലയിൽ മറ്റേ കുഴിമന്തിക്കടയിൽ ഇവൻ കാരണങ്ങളൊക്കെ പറഞ്ഞതിന് മുമ്പ് അവൻ ആദ്യം പറഞ്ഞൊരു കാര്യം കിട്ടില്ലേ, ഞാൻ ആ സമയത്ത് മദ്യപിച്ച് ലക്ക് കിട്ട് കിടക്കുകയായിരുന്നു എന്നുള്ളതാണ്. നിസാരം പോലെ പറയുകയാണ്, അല്ലെങ്കിൽ ആ കാര്യത്തെ വേറൊരു തരത്തിലേക്ക് വളച്ചൊടിക്കാൻ വേണ്ടി പറഞ്ഞതാകാം. മദ്യപിച്ച് ലക്ക് കെട്ട ആ ഒരു അവസ്ഥയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. മദ്യപിച്ചാൽ അതിൻ്റെ വയറ്റിൽ കിടക്കണം, അല്ലാതെ അത് കുടിച്ചിട്ട് ഇത്തരത്തിൽ മറ്റുള്ള മനുഷ്യരെക്കുറിച്ച് തോന്നിവാസവും ഇത്തരത്തിൽ മോശമായ കാര്യങ്ങളും പറയുകയല്ല വേണ്ടത്. ഏതായാലും മുട്ടയുടെ ബാക്കി കാര്യം കൂടി കേൾക്കാം. കടയിൽ കുഴിമന്തി ഹോട്ടലിൽ മറ്റേ വിഷുവിൻ്റെ ആ ഒരു വിഷയമുണ്ട്. വിഷു ബ്രോഷർ ഇറക്കിയതിൽ, വിഷു ആശംസകൾ ബ്രോഷർ ഇറക്കിയതിൽ ഉണ്ണിക്കണ്ണനെ കൊണ്ട് കുഴിമന്തി തീറ്റിക്കുന്നതും, അതുപോലെ അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഷിയാസ് കരീം എന്ന് പറയുന്നവൻ ബീഫ് മറ്റേ എന്താ പറയുക, ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു ലേഡി വിന്നറിനെ കൊണ്ട് നീ സംഖ്യയായോ, നീ ആ കുട്ടി ബീഫ് തിന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സംഖ്യയായോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഒരു കമൻറ്റ്. അപ്പം അതിൻ്റെയൊക്കെയുള്ള ഒരു അമർഷം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു അമർഷത്തിൻ്റെ ബേസ് എൻ്റെ ഉള്ളിൽ കിടക്കണമെന്നുകൊണ്ടാണ് ഞാൻ ഇന്നലെ നല്ല അസൽ കള്ളായിരുന്നു, മദ്യമായിരുന്നു. ഞാൻ നോർമലി ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ഒരാളൊന്നുമല്ല, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. എനിക്കിഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണം പറയുകയാണ്. മുമ്പ് 2 സംഭവങ്ങളുണ്ടായി. അതായത് നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു മന്തിക്കടയിൽ ഒരു സംഭവം ഉണ്ടായ, ഒരു വിവാദമായ ഒരു സംഭവമായിരുന്നു. വിഷുവിൻ്റെ അന്ന് ഒരു ഹോട്ടലിലെ ഉടമ ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്നതായി ബന്ധപ്പെട്ടുള്ളൊരു പോസ്റ്റർ ഇറക്കി. അപ്പോൾ അത് വലിയ വിവാദമായി മാറി, വലിയ പ്രശ്നമായി മാറി. നമുക്കത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്, ഒരു തർക്കവുമില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. കേരളത്തിലെ ഒരുപാട് ഉസ്താദുമാർ ആ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു. ഇനി അതോടൊപ്പം ഇവൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഷിയാസ് കരീം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായിട്ടുള്ള അനുമോൾ എന്ന് പറയുന്ന പെൺകുട്ടിയോട് നടത്തിയ ഒരു പരാമർശം. അപ്പം ഇതൊക്കെയാണ് ഇത്തരമൊരു കമൻ്റ് ഇടാൻ ഇവന് പ്രചോദനമായത്, അല്ലെങ്കിൽ അതിനുള്ള കാരണമായതെന്നാണ് ഈ മുട്ടത്തലേനായ വർഗീയവാദി പറഞ്ഞു വയ്ക്കുന്നത്. എടാ തനി വർഗീയവാദി, നിനക്ക് എന്തെങ്കിലും ഈ പറയപ്പെടുന്ന 2 സംഭവങ്ങളോട്, ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 വിഷയങ്ങളോട് നിനക്ക് എന്തെങ്കിലും പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അത് അവരോടാണ് പ്രതികരിക്കേണ്ടത്. അല്ലാതെ നിരപരാധികളായ, നിനക്കൊരു ഉപദ്രവം പോലും ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ആ പാവപ്പെട്ട അധ്യാപികമാരെ നീ എന്തിനാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നീ കളിയാക്കിയത്, പരിഹസിച്ചത്, വിമർശിച്ചത്? ആ അധ്യാപികമാർ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? അവരൊരു മുസ്ലിമായി ജനിച്ചതാണോ പ്രശ്നം, അതോ അവർ മലപ്പുറത്തായതുകൊണ്ടാണോ പ്രശ്നം? പ്രശ്നം മറന്നുമല്ല, നിന്റെ മനസ്സിലെ മുസ്ലിം വെറുപ്പ്, വിദ്വേഷം, അത് തന്നെയാണ് നിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത്. എന്നിട്ട് നിസ്സാരം പോലെ പറയുകയാണ്, ഞാനന്ന് കുടിച്ചിരുന്നു, ലക്ക് കിട്ട് ബോധമില്ലാതെയാണ് ചേരുന്നതൊക്കെ. ഞാനിപ്പോഴും ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരൻ്റെ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവർ തരുന്ന അന്നം തന്നെയാണ്. മാസം 16,000 രൂപയാണ് എൻ്റെ ശമ്പളം. ആ ശമ്പളം മേടിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ. എനിക്ക് അതിലൊരു മടിയുമില്ല അത് പറയാനായിട്ട്. സുഹൃത്തെ, എനിക്ക് എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പം ഈ എന്താ പറയുക, മതമല്ല, ഒരു തരം ഇത്തരം ഒരു മുസ്ലിമിൻ്റെ കടയിൽ നിൽക്കുന്നു, ഒരു മുസ്ലിമിൻ്റെ കടയിലാണ് ജോലി ചെയ്യുന്നത്.
ഒരു മുസ്ലിമായ സഹോദരനാണ് ഇവന് ശമ്പളം കൊടുക്കുന്നത്. ഒരു മുസ്ലിം സഹോദരൻ്റെ കയ്യിൽ നിന്നും ശമ്പളം വാങ്ങി അത് തിന്ന് ജീവിച്ച് കുടിച്ചിട്ടാണ് ഇത്തരം തെമ്മാടിത്തരങ്ങൾ മുസ്ലിമീങ്ങളെക്കുറിച്ച് വർഗീയവാദി പറഞ്ഞു വെക്കുന്നത്. ഞണ്ണാനും വയറ് വീർപ്പിക്കാനും കുടിക്കാനും ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ പണം വാങ്ങുമ്പോൾ ഈ മദ്യപ്പുഴയും ഹൂറിയും ഒന്നും നിനക്ക് ഓർമ്മ വരില്ലേ? അതുണ്ടാവില്ല. കാരണം നിൻ്റെ കഞ്ഞുകുടി മുട്ടും. അതിൻ്റെ വ്യക്തമായ ബോധ്യം നിനക്കുണ്ട്. എന്നാലും മുട്ടത്തലേൻ്റെ ബാക്കി കാര്യം കൂടി കേൾക്കാം. ഈ ബ്ലഡി ഇഡിയറ്റ് കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു അമർഷം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു കമന്റ് ഇട്ടത്. മനസ്സിലായോ? അതും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സതീഷ് മാധവന്റെ പോസ്റ്റിലാണ് ഞാൻ ആ കമന്റ് ഇട്ടത്. ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാനൊരു ഇസ്ലാം വിരുദ്ധനോ ഇസ്ലാമോഫോബിക്കൊന്നുമല്ല. പക്ഷെ മതതീവ്രവാദത്തിനെതിരെ ഞാൻ എന്നും ശക്തമായിട്ട് ഇടപെടുന്ന ഒരാൾ തന്നെയാണ്. ഒരു തർക്കവും വേണ്ട ആ കാര്യത്തിൽ. ഇസ്ലാം മത തീവ്രവാദത്തിന് അല്ലെങ്കിൽ താലിബാനിസത്തിനെതിരെ ശക്തമായിട്ട് പോരാടുന്ന ഒരാൾ തന്നെയാണ്. ഇനിയിപ്പോൾ അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട. ഇവിടെ നോർമലി ഒരു മുസ്ലിമിനെ നമ്മൾ എതിർക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ, സുഹൃത്തെ. എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഈ ഇത്തരം വർഗീയവാദികൾക്ക് ഇവിടെ സ്ഥിരം ഡയലോഗാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെയൊന്നുമല്ല, ഞങ്ങൾ തീവ്രവാദത്തിനെതിരെയാണ് എന്ന്. ഇതൊക്കെ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ, തൻ്റെ മനസ്സിലെ ആ നിറഞ്ഞു നിൽക്കുന്ന വർഗീയത മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി പുറമേ ഒരു മുഖംമൂടി അണിയുന്നത് പോലെയുള്ള ഒരു ഡയലോഗാണ് ഇത്തരത്തിലുള്ള ഞങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെയല്ല, ഞങ്ങൾ തീവ്രവാദത്തിനെതിരെയാണ് എന്ന്. നീ നല്ല ഒന്നാം തരം തീവ്രവാദിയാണ്. അതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് നിൻ്റെ ആ ഓരോ വാക്കുകൾ. നീ തീവ്രവാദത്തിനെതിരെയാണ് സംസാരിക്കുന്നവനെങ്കിൽ ആ അധ്യാപികമാർ അവർ തീവ്രവാദികളായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവൻ്റെ ലെവലേഷം ഒരു വിവരം പോലും ഇല്ല എന്നുള്ളത് ഇവൻ്റെ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ മുസ്ലിം വിരുദ്ധനൊന്നും അല്ലപ്പാ. എന്തിനു മുസ്ലിം വിരുദ്ധമായിരിക്കും? മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഞാനൊരു ഫെമിനിസ്റ്റാണ്. അത് തർക്കമൊന്നും വേണ്ട. ഞാനൊരു ഫെമിനിസ്റ്റാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ ടാറ്റു അടക്കം ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഞാനൊരു ഫെമിനിസ്റ്റാണ്, പക്ക 100% ഫെമിനിസ്റ്റാണ്. അപ്പം അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ ഈ മതമൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെയൊക്കെ ചില ഈ കറകളാണ് നമ്മൾ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയുക ഓവർഫ്ലോ ആവുന്നത്. മനസ്സിലായോ? ഞാൻ പക്ക ഫെമിനിസ്റ്റാണ്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. കേരളത്തിൽ ഒരുവിധം നല്ല ശതമാനം പേർക്കും എന്നെ അറിയാം. എൻ്റെ പേരും അറിയാം, എന്നെ അറിയാം. ഞാനൊരു ഫെമിനിസ്റ്റാണ്. ശബരിമല വിഷയത്തിലൊക്കെ പെണ്ണുങ്ങളെ ശബരിമല എത്തിച്ചതിലൊക്കെ നല്ല മുഖ്യ പങ്ക് വഹിച്ച ഒരാൾ തന്നെയാണ് ഞാനും. നീ ഫെമിനിസ്റ്റ് അല്ല, നീ ഫീമെയിലാണ്. നിൻ്റെ ആ വേഷവിധാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പെണ്ണുങ്ങൾ ധരിക്കുന്ന നൈറ്റിയും സാരിയും ഒക്കെ എടുത്ത് നിൽക്കുന്ന നല്ല ഒന്നാം തരം ഫീമെയിലാണ് നീ. എന്നിട്ട് പറയുകയാണ് ഫെമിനിസ്റ്റ് ആണെന്ന്. ഞാൻ ആലോചിക്കുന്നത് ഇവൻ്റെയൊക്കെ വീട്ടിൽ വേറെ ആരും ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് ഇവൻ്റെ കുടുംബ പശ്ചാത്തലം, എന്താണ് ഇവൻ്റെ അവസ്ഥ, എവിടെയാണ് ഇവനെ അടുത്തറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സുഹൃത്ത്, നിങ്ങൾ എന്നെ ഡിലീറ്റ് ചെയ്യാതെ വാട്സപ്പിൽ നമുക്ക് സൗഹൃദം പുലർത്താം. നമ്മുടെ സംശയങ്ങൾ എനിക്ക് തന്നെ ഒരു അത്യാവശ്യം മതപണ്ഡിതനാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം എൻ്റെ സംശയങ്ങൾ നിങ്ങളോട് എനിക്ക് ചോദിക്കാം. എൻ്റെ സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും പറയാനെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾ എന്നെ ഡിലീറ്റ് ചെയ്യേണ്ട. ഈ സൗഹൃദം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരു വാട്സപ്പിലൊരു ഇതിട്ടതിൽ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും സന്തോഷമുണ്ട്. ഉസ്താദെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ഒരു ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു ലേഡി, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ഉസ്താദ് ഇവനെ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അപ്പോൾ ഇതൊരു ഫോൺ സംഭാഷണമല്ല, നേരെ മറിച്ച് ആ ഉസ്താദിന് ഫോണിലേക്കൊരു വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ച അതിൻ്റെ ആ ഒരു വോയിസാണ് നിങ്ങൾ കേൾക്കുന്നത്. പിന്നെ കുറേ കാര്യം ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബിൽ കണ്ടന്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ഷഫീന ബീവി പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞാൻ പറഞ്ഞപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദേഷ്യം തോന്നുന്നത്, മതവികാരം വ്രണപ്പെടുന്നത് എന്നൊക്കെയുള്ള കുറേ ന്യായീകരണങ്ങളൊക്കെ ഈ വർഗീയവാദി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതിന് മുമ്പും ഇതുപോലെ നമുക്കറിയാം, ജുനീദ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ, ഇവൻ്റെ റീൽസിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു നോമ്പിൻ്റെ സമയത്ത് ഒരു വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയി. അപകടം നടന്ന സമയത്ത് ഈ വർഗീയവാദി അന്നും ഇതുപോലൊരു കമൻറ്റ് ചെയ്തു. ആ കമൻറ്റ് ഇങ്ങനെയാണ്: 72 ഹൂറിമാർക്കൊപ്പം മധ്യപ്പുഴയിൽ സ്വർഗീയ ജീവിതം ആസ്വദിക്കാൻ പടച്ചോൻ്റെ കൃപയാൽ ഈ റമദാൻ നോയമ്പ് കാലത്ത് തന്നെ അവസരം കൊടുത്ത പടച്ചോനോട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ. കണ്ടില്ലേ, ഇതിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു മുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വാർത്തയ്ക്ക് താഴെ ഇത്തരത്തിൽ ഒരു മുസ്ലിം വെറുപ്പ് വെച്ച് പുലർത്തുന്ന ഇത്തരത്തിലുള്ള ആക്ഷേപഹാസ്യമായ ഇത്തരം കമൻറ്റുകൾ ഇടുന്നത് ഇതിവൻ്റെ സ്ഥിരം പരിപാടിയാണ്. നോക്കൂ, പരട്ടക്കിളവനാണ്, നല്ല പ്രായമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളൊരു പക്ഷേ വല്ല അറ്റാക്ക് വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നോ
ഈ ഭൂമിയിൽ നിന്നും ആർക്കും ഒരു ഉപകാരവുമില്ലാതെ ചത്തു മലന്നു പോകേണ്ട വ്യക്തി. എന്നിട്ടും അവൻ്റെ മനസ്സിലുള്ള മുസ്ലിമീങ്ങളോടുള്ള വെറുപ്പും ആ വിദ്വേഷവും ഇതുവരെയും പോയിട്ടില്ല. ഇവനൊക്കെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ അപകടകരമായ കാര്യമാണ്. ഇതിനകത്ത് ഇവൻ പറയപ്പെടുന്ന ഒരു മുസ്ലിം സഹോദരൻ്റെ കടയിലാണ് ഇവൻ ജോലി ചെയ്യുന്നത്, മാസം ശമ്പളം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. സത്യമാണോ ഇല്ലയോ എന്നറിയില്ല. ഇനി അഥവാ അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവനെ 7 അയൽ തടുപ്പിക്കരുത്. ഇതുപോലെയുള്ളവന്മാരെല്ലാം സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തണം, മാറ്റി നിർത്തണം. അപ്പോഴതിൻ്റെയൊക്കെ ആ ഒരു വിഷമം ഇതുപോലുള്ള വർഗീയവാദികൾക്ക് മനസ്സിലാവുകയുള്ളൂ.